സോ ഹായ് ഗൈസ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ക്യാമ്പസ് വിസിറ്റൊക്കെ നമ്മൾ നടത്തേണ്ടി വരേണ്ടതാണ്. പക്ഷേ ഞാൻ ക്യാമ്പസ് വിസിറ്റ് ഒന്നും അധികം നടത്തിയിട്ടില്ല. ആകെ കൂടി രണ്ട് ക്യാമ്പസാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. അത് അതിനായിട്ട് പോയതൊന്നുമല്ല, ജസ്റ്റ് അവിടെ വേറെ പരിപാടിക്ക് പോയപ്പോൾ അങ്ങനെ പോയി കണ്ടതാണ്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ഇറ്റ്സ് അനദർ വീഡിയോ ഓഫ് ജസ്റ്റ് ദേവിക. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറേ കോളേജസൊക്കെ പോയി നോക്കി, കുറേ കോളേജസിനെ പറ്റിയിട്ട് അന്വേഷിച്ചു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ച ടൈമിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കണം. ലൈക്ക് കുറച്ച് കാര്യങ്ങളിൽ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ്, എങ്ങനെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുക, എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് എന്ത് വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കോളേജ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഫ്രണ്ട്സ് പോകുന്ന കോളേജ് നോക്കിയിട്ട് പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ മുന്നേ ഉള്ള വീഡിയോസിലാണെങ്കിലും കോഴ്സ് എടുക്കുന്ന കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഫ്രണ്ട്സ് ചൂസ് ചെയ്യുന്ന കോഴ്സ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യരുത് എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്നതായിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക, പക്ഷെ അത് മേ ബി നമുക്ക് പറ്റണമെന്നുണ്ടായിരിക്കില്ല. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്തുക. പക്ഷേ ഫ്രണ്ട്സ് സെലക്ട് ചെയ്യുന്നത് മാത്രം നോക്കി സെലക്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും കോഴ്സാണ്. കോഴ്സിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് ചെയ്ത് നോക്കണം. അതിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണോ, സൈബർ സെക്യൂരിറ്റി ആണോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണോ, വാട്ട് എവർ ഇറ്റ് ഇസ്, കൊമേഴ്സ് റിലേറ്റഡ് ഫീൽഡാണോ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് സംഭവമാണെങ്കിലും അതിനുള്ള നല്ല ഫെസിലിറ്റി ആ കോളേജിനുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് എന്താണ് എടുക്കുന്നത് എന്നുള്ളതല്ല. ഓക്കെ, പിന്നെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ, അതാണ് നെക്സ്റ്റ് വൺ. ഓക്കെ, കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ഹൈപ്പ് എന്തോരം ഉണ്ടെന്നുള്ളത്. ഹൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി ഞാൻ ഹൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് പറയുന്നത്. കോളേജിൻ്റെ റിവ്യൂസ് എന്തൊക്കെയാണ്, അക്രഡിറ്റേഷൻ എന്തൊക്കെയാണ്, അഫിലിയേഷൻ സംഭവങ്ങൾ എന്തൊക്കെയാണ്, പ്ലേസ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെയാണ് എൻ്റെ ഹൈപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനൊരു കോളേജ് എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോളേജ് ഏതാണെന്നും ഒക്കെ ഞാൻ വഴിയെ പറയാം. കോഴ്സ് ഇപ്പോൾ മേ ബി ഞാൻ മുന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കോഴ്സ് ബിടെക് സൈബർ സെക്യൂരിറ്റി ആണ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ എവിടെ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോസിൽ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് വീഡിയോസിലല്ല, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മിക്കവാറും ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ ആ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ പ്ലേസ്മെൻറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ജോബ് എക്സ്പോഷറും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പിന്നെ പഠിച്ചേ, അതാണ് അവിടുത്തെ ചോദ്യം. പിന്നെ ഓക്കെ, അല്ലാതെ നമ്മൾ എന്തെങ്കിലും കോഴ്സ് ഏതെങ്കിലും കോളേജ് പഠിക്കുന്നതിലില്ല കാര്യം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സീനിയർ സ്റ്റുഡൻസിനോട് സംസാരിക്കുക. സീനിയർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഇയർ പാസ് ഔട്ട് ആയവരോട് ചോദിക്കരുത് എന്ന് പറയാൻ കാരണം, ചോദിക്കുന്നതിന് പ്രശ്നമില്ല. ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറയുന്നത് അവർക്ക് കിട്ടിയ പ്ലേസ്മെൻറ്റ്സ് ആണ്, അവരുടെ മുന്നത്തെ ബാച്ചായിട്ട് കിട്ടിയ പ്ലേസ്മെൻറ്റ്സും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് ഈ പ്ലേസ്മെൻറ്റ്സ് കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ പരസ്യം കാണുകയാണ്, അവിടെ ഫസ്റ്റ് ഇത്രയും ഒരു കുട്ടി ഇത്ര 15 lakh LPA ഇതിൽ എന്താ പറയുക, ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അവരുടെ മേ ബി ഹയസ്റ്റ് പാക്കേജ് ആയിരിക്കും. നമ്മൾക്ക് അറിയേണ്ടി ഒരു ആവറേജ് പാക്കേജ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഹയസ്റ്റ് പാക്കേജ് കിട്ടണമെന്ന് യാതൊരു ഉറപ്പില്ല. മിഡ് എന്തായാലും കിട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കണം. അതിൻ്റെ റേഞ്ചിലായിരിക്കും നമ്മൾക്കും ഫീ അല്ല, പ്ലേസ്ഡ് ആകുമ്പോൾ കിട്ടുന്ന സാലറി എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കുക. പിന്നെ പ്ലേസ്ഡ് ആയി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾ കസ്റ്റമർ സർവീസിലല്ല പ്ലേസ്ഡ് ആവേണ്ടത്. ആരായിട്ടാണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് പ്ലേസ്ഡ് ആവേണ്ടത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അവർ എന്തായിട്ടാണ് പ്ലേസ്ഡ് ആയെന്നും കൂടെ നോക്കണം. പിന്നെ പ്ലേസ്ഡ് ആയ കമ്പനീസ് ടയർ 3 ആണോ, ടയർ 2 ആണോ, ടയർ 1 ആണോ, അത് എന്തൊക്കെ ടയർ ആണെന്നുള്ളത് നിങ്ങൾ നോക്കി അറിയണം. ബിക്കോസ് നിങ്ങളാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ടയർ 1 കോളേജിലെ പഠിക്കണം, ടയർ 1 കമ്പനീസിലെ ജോലി കിട്ടണം. സോ അത് നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പേരും പുറത്ത് പോയിട്ട് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഡിഗ്രി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഹോസ്റ്റലിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. റൂംസ് എങ്ങനെയാണ്, ഫുഡ് ക്വാളിറ്റി എങ്ങനെയാണ്, ലൈബ്രറി, ജിം, ലാബ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ, സ്പോർട്സ് റൂം ഒക്കെ ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അക്കാഡമിക്സിനോടും ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് സ്പോർട്സ് കരിക്കുലംസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടെ അന്വേഷിക്കണം. ഇമ്പോർട്ടൻസ് ഉള്ള സംഭവം തന്നെയാണത്. ഓക്കെ, പിന്നെ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ഭയങ്കര ദൂരമാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ കോളേജ് കോഴ്സ് എക്സ്പെൻസിൻ്റെ കൂടെ നമ്മളുടെ ട്രാവൽ എക്സ്പെൻസും കൂടെ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഇപ്പോൾ വന്നിട്ട് 3 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 4 ലക്ഷത്തിൻ്റെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പാലക്കാട് ചേർന്നതെന്ന് വിചാരിക്കും. പാലക്കാട് നിന്ന് ഇവിടേക്ക് അറൗണ്ട് ഒരു 200 കിലോ, 200 ഇല്ലെങ്കിലും ഒരു 110 ഉണ്ടാവുമായിരിക്കും ഇല്ലേ. ഒറ്റപ്പാലത്തേക്ക് തന്നെ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു. 2 മണിക്കൂർ യാത്രയ്ക്ക് ഉണ്ട് ഒറ്റപ്പാലത്തേക്ക്. അപ്പോൾ പാലക്കാടിക്ക് 3 മണിക്കൂറുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, എത്ര മണിക്കൂറാണെങ്കിലും അത് ആ ഇതിന് വേണ്ട എമൗണ്ട് എന്താണെന്ന് നോക്കണം. ആ എമൗണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസിൽ കൺസിഡർ ചെയ്യണം, കോളേജിൻ്റെ ഫീസ് എക്സ്പെൻസിൽ. ഓക്കെ, ഫൈനലി ഫീസ് മാത്രമല്ല ടോട്ടൽ എക്സ്പെൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
നമ്മളെപ്പോഴും കോളേജിലെ ഫീയും ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ഓണിൻ്റെ ഫീയും ഹോസ്റ്റലിൻ്റെ ഫീസും മാത്രം കൺസിഡർ ചെയ്യരുത്. ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ വാങ്ങാനുള്ള എക്സ്പെൻസ് നോക്കണം. പിന്നെ നമുക്ക് ചിലപ്പോൾ സെം എക്സാമിൻ്റെ ഫീ, ഇന്റേണൽ എക്സാമിൻ്റെ ഫീ വേണ്ടി ചിലപ്പോൾ ഇടയിൽ വാങ്ങിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വാങ്ങും. നമ്മൾ ആ ഫീസും കൂടെ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ആക്കണം. പിന്നെ ഈ ട്രാവൽ എക്സ്പെൻസിൻ്റെ ഫീ ഒക്കെ നോക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഹോസ്റ്റലിൻ്റെ കാര്യം. പിന്നെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ഫുഡ് എക്സ്പെൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അത് ഞാൻ പറയുന്നു, സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ വേണ്ടിയ ട്രാവൽ എക്സ്പെൻസ് പറഞ്ഞില്ലേ. ഓക്കെ, ഇത്ര എക്സ്പെൻസ് എല്ലാം കൂടെ നോക്കണം. ഇനി പാർട്ട് 2, കോളേജിൽ മണി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് എനിക്കും കൂടെ ബാധകമായിട്ടുള്ള കാര്യമാണ്. ഞാനിതിങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ വേറെ രീതിയിലായിരിക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, കോളേജിൽ നമ്മൾ മണി മാനേജിനെ പറ്റി സംസാരിക്കുന്ന ടൈമിൽ ക്യാഷ് നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഭയങ്കര ധാരണ വേണം. കാരണം കോളേജിലാണ് നമ്മൾ അവിടെ എന്താ പറയുക, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒരു ഫ്രീ ബേർഡ്സ് ആയിരിക്കും അവിടെ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൺട്രോൾ ചെയ്യാനും മണി മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾക്ക് കഴിവ് വേണം. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ മണി മാനേജിങ് ഒക്കെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു മന്ത്ലി ട്രാക്കർ ഒക്കെ ഉണ്ടാക്കാം, ബഡ്ജറ്റ് ട്രാക്കറൊക്കെ. അത് നല്ലതാണ്. എക്സാമ്പിൾ പറയാം, ഫുഡിന് ഞാൻ ഇത്ര എമൗണ്ട് ചിലവാക്കും, ട്രാവലിന് ഞാൻ ഇത്ര എമൗണ്ട് ചിലവാക്കും, പേഴ്സണൽ എക്സ്പെൻസിന് ഞാൻ ഇത്ര എമൗണ്ട് ചിലവാക്കും. ഇങ്ങനെ ഒരു 3 രീതിയിലൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എമൗണ്ട്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ എല്ലാ എക്സ്പെൻസും നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം എഴുതി വെച്ചാൽ നമുക്ക് ഇങ്ങനെ എവിടെയാണ് കൂടുതൽ പൈസ പോയെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, അടുത്ത ടൈം നമുക്കത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾക്ക് ആവശ്യമുള്ളതും എന്തായാലും കിട്ടണം എന്നുള്ളത് മാത്രം കൂടുതൽ എന്താ പറയുക ഒരു ഇത് കൊടുക്കുക, എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് വാങ്ങാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നീഡും വാണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളതും എനിക്ക് വേണ്ടതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ബുക്സ് വാങ്ങുന്നത് നമ്മുടെ നീഡാണ്, പക്ഷേ ഡെയിലി ഷോപ്പിംഗ് ചെയ്യുന്നത് നമ്മുടെ നീഡാണോ, അത് നമ്മുടെ വാണ്ടാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മളത് നോട്ട് ചെയ്യണം. ബിക്കോസ് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് എക്സ്പെൻസ് ആണ്, ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ്, നമുക്കറിയാം. സോ നമ്മൾ അതിനനുസരിച്ച് വേണം ബിഹേവ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത്, അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയാനുള്ളത്. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നോ, ഫ്രണ്ട്സ് പോകുന്നത് കണ്ട് പോയില്ല. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. കാരണം കുറേ പേര് അങ്ങനെ പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് അത് പറയുന്നത്. പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം. കാരണം പ്ലേസ്മെന്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ കോളേജ് ലൈഫ്. ഇവിടെ റോൾസ് നല്ലുണ്ട്. കാരണം അത്രയും എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കോളേജിൽ പഠിക്കണം. ടയർ 1 കോളേജിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാത്തത്. എന്നാലും കിട്ടിയ കോളേജ് നല്ല പ്ലേസ്മെന്റ് ഉള്ള കോളേജാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ. ഓക്കെ, പിന്നെ പോക്കറ്റ് മണി ഫസ്റ്റ് വീക്കിൽ തന്നെ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. പാരൻസ് വീട്ടിൽ നിന്ന് പൈസ തരുന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ചയുള്ളിൽ കുറ്റിയിലാക്കി വെക്കുകയല്ല വേണ്ടിയത്, നമ്മളത് എടുത്ത് വെക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുമോ. ഓക്കെ, ഞാൻ ഇതുപോലെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ക്യാഷ് എടുക്കേണ്ടി വന്നാൽ എടുക്കാനും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈസ പെട്ടെന്ന് കിട്ടി പൂ വിളിക്കരുതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലോക്കൽ ലാംഗ്വേജ് ഇങ്ങനെയാണ്, ലൈക്ക് നാശാക്കി കളയരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ കോളേജിൽ ലൈക്ക് ഞാൻ ചേരാൻ പോകുന്ന ടൈമിൽ മുതൽ എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ കമൻറ്റിൽ പറയുക. ബിക്കോസ് അതൊക്കെ അറിഞ്ഞാലാണ് എനിക്ക് അതൊക്കെ തിരുത്തിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി കോളേജ് ലൈഫിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ആൻഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലല്ലേ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. ഞാൻ വെറുതെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.